വയനാട് മുണ്ടക്കൈ ദുരന്തം സർക്കാർ ചിലവുകൾ പുറത്ത്. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ, 359 മൃതദേഹങ്ങൾക്ക് 2,76,70,75,000 രൂപയാണ് സർക്കാർ എസ്റ്റിമേറ്റ്. ഞാനിപ്പോഴും പറയുന്നു എസ്റ്റിമേറ്റ് ഓർ ആക്ച്വൽസ്, ഇത് തമ്മിൽ ചെറിയൊരു കൺഫ്യൂഷൻ നടക്കുന്നുണ്ട്. വോളണ്ടിയർമാർ ആൻഡ് ട്രൂപ്പുകൾ, ഗതാഗതത്തിന് 4 കോടി, പെട്രോളും അങ്ങനത്തെ ചിലവുകളായിരിക്കാം. ഭക്ഷണം, വെള്ളം 10 കോടി, അവിടെയും സംശയങ്ങളുണ്ട്. താമസം 15 കോടി, ബെയിലി പാലം 1 കോടി, ബെയിലി പാലത്തിനടിയിൽ കല്ല് വിരിച്ചതിനാണ് എന്ന് പറയപ്പെടുന്നു. ടോർച്ച്, റെയിൻകോട്ട്, കുട, ബൂട്ട് 2.98 കോടി ഒരു കിറ്റായിട്ടാണ് വോളണ്ടിയേഴ്സിന് നൽകിയത് എന്നാണ് പറയുന്നത്. മെഡിക്കൽ സഹായം 2.2 കോടി, അത് വോളണ്ടിയേഴ്സിനും ട്രൂപ്പുകൾക്കുമാണ്. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഭക്ഷണം 8 കോടി, വസ്ത്രം 11 കോടി, ജനറേറ്റർ 7 കോടി. ബുക്കാട്ടീൻ്റെ എഞ്ചിൻ വെച്ച ജനറേറ്ററാണോ? വൈദ്യസഹായം 8 കോടി. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇതാണ് ഇപ്പോഴത്തെ ബ്രേക്കിംഗ് ന്യൂസ്. ഇതിനിടയിൽ നമ്മുടെ മുഖ്യമന്ത്രി വന്നിട്ട് ഓണമാണ്, പക്ഷേ വയനാടിനെ ആരും മറക്കരുത് എന്നുള്ളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നൈസ് BGM ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വയനാടിൻ്റെ പോർഷൻ പറഞ്ഞപ്പോൾ പിന്നെ BGM ഒക്കെ മൂപ്പര് മാറ്റി. മൂപ്പരുടെ ആ റിക്വസ്റ്റ് ഞാൻ ഒന്നുകൂടി വെക്കുകയാണ്. ഇത്തവണ ഓണം എത്തുന്നത് മുണ്ടക്കൈയിലും ചുവടുമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ പിന്നാലെയാണ്. ഭവനങ്ങൾ പുനർനിർമ്മിക്കാനും ഉപജീവന മാർഗങ്ങൾ തിരികെ പിടിക്കാനും അതിജീവിത പ്രദേശത്തെ സാമ്പത്തികമായും സാമൂഹികമായും ചലനാത്മകമാക്കാനുമുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് നാം ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആഘോഷവേള ദുരിതത്തെ അതിജീവിച്ച നമ്മുടെ സഹോദരീ സഹോദരന്മാരോടുള്ള അനുകമ്പ നിറഞ്ഞതായിരിക്കട്ടെ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തുകൊണ്ട് ദുരന്തബാധിത പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിൽ പങ്കാളികളാവാം. ഓക്കെ, അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനുള്ളവർക്ക് ഇനിയും സംഭാവനകൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് മുഖ്യമന്ത്രി ഓണത്തിന് നമ്മൾ മലയാളികളെ വിഷ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ഈ കണക്കുകൾ പുറത്ത് വന്ന ടൈമിൽ ഒരുപാട് ചർച്ചകളാണ് ചാനലുകൾ നടക്കുന്നത്. ജെയിംസ് വടക്കൻ നൽകിയ കേസിൽ സർക്കാർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സത്യവാങ്മൂലം എന്ന് പറയുന്നത് SDRF മാനദണ്ഡങ്ങൾ പ്രകാരം മുൻകൂട്ടി കൊടുത്ത ആൻറ്റിസിപ്പേറ്ററി കണക്കാണ്. ഓക്കെ, ചിലവാക്കിയതും ഇനി എത്ര ചിലവാക്കണം എന്നുള്ളതിൻ്റെ ഒരു ആൻറ്റിസിപ്പേറ്ററി കണക്ക്, അതിൻ്റെ മാനദണ്ഡങ്ങൾ SDRF മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. 90 ദിവസം വരെ തിരച്ചിൽ അവിടെ ദുരന്തം നടന്ന സ്ഥലത്ത് നടത്തും. ക്യാമ്പുകൾ അടക്കമുള്ള പ്രവർത്തനങ്ങൾ തുടരാൻ സാധ്യതയുണ്ടെങ്കിൽ എത്ര ചിലവ് വരും എന്നുള്ളതിൻ്റെ മുകളിലാണ് ഈ മെമ്മറാൻഡം ഇവർ സമർപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ മെമ്മറാൻഡത്തിൻ്റെ ഒരു ചെറിയ സ്ക്രീൻഷോട്ട് ഞാനിവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ വെക്കുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി. The aircraft of Indian Air Force were used for transporting troops, airlifting or rescued airlifting of dead bodies, dropping of troops, VIP movement, etc. The cost by may be reimbursed in actuals and is estimated to be എന്ന് പറഞ്ഞിട്ട് 17 കോടി രൂപയുടെ ആക്ച്വൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാക്കറ്റിലും കൊടുത്തിട്ടുണ്ട്. സോ പലതും എസ്റ്റിമേറ്റും ഉണ്ട്, ആക്ച്വൽസും ഉണ്ട്, ചിലവാക്കിയതുണ്ട്. ഇപ്പോൾ മരിച്ചവരുടെ മൃതദേഹം അടക്കം ചെയ്തത് ആക്ച്വൽസ് ആയിട്ട് കാണിക്കേണ്ടി വരും അല്ലേ? അത് ഓൾറെഡി കൊടുത്ത ഫണ്ടായിട്ടാണ് കാണിക്കേണ്ടത്. ഇഫ് ഐ എം നോട്ട് റോങ്, ഞാൻ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ പറയാം. അതോ ഇനി അതും ഈ പറഞ്ഞ പോലെ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റുമോ? ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് ഈ ഇത് മെമ്മോറാണ്ടമായിട്ട് കൊടുക്കുന്ന സമയത്ത്. ഇത് ആക്ച്വൽസ് ആണോ, അതോ ഇവർ ഈ പറഞ്ഞ പോലെ എസ്റ്റിമേറ്റ് ഇട്ട് കൊടുത്ത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടില്ല എന്നാണ് കേരള സർക്കാർ പറയുന്നത്. അപ്പോൾ ആ ഫണ്ട് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു കണക്ക് ആദ്യം കൊടുത്തിട്ട് അതിൽ ഇപ്പം ചില പരിപാടി ഉണ്ടല്ലോ, കണക്ക് കൂട്ടിയിട്ട് കൊടുക്കും, എന്നാലേ എത്ര കിട്ടുമോ എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ട് കൊടുത്തതാണോ എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ മേജർ ഡൗട്ടുകൾ. എന്താണെങ്കിലും ഇവിടുത്തെ മീഡിയാസ് പറയുന്നത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപയായി, ഭക്ഷണത്തിന് 10 കോടിയായി എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ജനങ്ങളിലേക്ക് ഈ സംഗതി ഡയറക്റ്റായിട്ട് ക്രിസ്റ്റ്യൻ ക്ലിയർ ആയിട്ടാണോ എത്തുന്നത് എന്നുള്ളൊരു സംശയം എൻ്റെ മൈൻഡിലും ഉണ്ട്. എന്താണെങ്കിലും ഞാനിവിടെ ഒരു ന്യൂസ് ക്ലിപ്പ് ഇപ്പോൾ
പ്ലേ ചെയ്യാം. ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത് SDRF ചട്ടങ്ങൾ കണക്കാക്കിയാണ്, അത് മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ഈ ചെലവ് കണക്കുകൾ തയ്യാറാക്കിയത് എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. വയനാട് ദുരന്തമുണ്ടായതിനു ശേഷം ഓഗസ്റ്റ് 9-നാണ് കേന്ദ്ര സമിതിയുമായി ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ചെലവ് കണക്കുകൾ തയ്യാറാക്കിയത് എന്നുള്ള വിശദീകരണമാണ് ഈ ഘട്ടത്തിൽ SDMA നൽകുന്നത്. അത് 90 ദിവസത്തേക്ക് വരെ വയനാട് ഈ തെരച്ചിൽ, ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ, ക്യാമ്പുകൾ അടക്കമുള്ള പ്രവർത്തനങ്ങൾ തുടരാൻ സാധ്യതയുണ്ടെങ്കിൽ എത്രത്തോളം രൂപ ചെലവാകും എന്നുള്ള ആന്റിസിപ്പേറ്ററി കണക്ക്, മുൻകൂട്ടി തയ്യാറാക്കുന്ന കണക്കാണ് മെമ്മോറാണ്ടത്തിൽ കാണിച്ചിട്ടുള്ളത് എന്നുള്ള വിശദീകരണമാണ് ഈ ഘട്ടത്തിൽ SDMA നൽകുന്നത്. മെമ്മോറാണ്ടം എപ്പോഴും കേന്ദ്രത്തിന് നൽകുന്നത് അപ്രകാരമാണെന്നും SDMA വിശദീകരിക്കുന്നുണ്ട്. അതായത് ഓഗസ്റ്റ് 9-നാണ് കേന്ദ്ര സമിതിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ആ ഘട്ടത്തിൽ വയനാട് ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തുടരുന്ന സമയമാണ്. ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ, ക്യാമ്പുകൾ അടക്കം 90 ദിവസത്തേക്ക് വരെ തുടരുകയാണെങ്കിൽ എത്രത്തോളം രൂപ ചെലവാകും, ആ ചെലവാണ് മെമ്മോറാണ്ടത്തിൽ കാണിക്കുന്നത് എന്നുള്ള വിശദീകരണമാണ് SDMA നൽകുന്നത്. ഇത് SDRF ചട്ടങ്ങൾ പാലിച്ചാണെന്നും ഒപ്പം തന്നെ കേന്ദ്ര സമിതിയോടുകൂടി നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് എന്നുള്ള വിശദീകരണം SDMA ഘട്ടത്തിൽ നൽകുന്നുണ്ട്. ഈ കണക്കുകൾ കാണിക്കുന്നത് അടിയന്തര സഹായം ലഭിക്കാൻ വേണ്ടിയാണെന്നും SDMA വിശദീകരിക്കുന്നുണ്ട്. SDRF മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ടാക്കിയ ഒരു അപ്രോക്സിമേറ്റ് കണക്ക്, അതായത് 90 ദിവസം വയനാട്ടിൽ തിരച്ചിലും കാര്യങ്ങളും പിന്നെ ഇവരുടെ ഈ താമസവും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ സാധാരണക്കാർ ഈ സംഗതി കേൾക്കുന്ന സമയത്ത് ഇത് വളരെ സാധാരണമാണ്. ഓക്കെ, കേന്ദ്ര സംഘം വരുന്നു, ഇങ്ങനൊരു മെമ്മോറാണ്ടം കൊടുക്കുന്നു, അതിൽ ആക്ച്വൽസിനേക്കാൾ കൂടുതൽ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു കണക്ക് കൂട്ടിയിട്ട് കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് നമുക്ക് ദഹിക്കണ്ടേ സാധാരണക്കാർക്ക്? കാരണം നമ്മൾ ആ ഒരു സിറ്റുവേഷനകത്ത് വയനാട്ടിലേക്ക് എല്ലാം മറന്ന് സഹായം ചെയ്ത ആളുകളാണ് എല്ലാവരും, അല്ലേ? എല്ലാവരും അങ്ങനെയാണ്. എല്ലാവരും പൈസയായിട്ട് അല്ലെങ്കിൽ പോലും മനസ്സറിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരാൾ പോലും, ഒരു മലയാളി പോലും വയനാട്ടിലേക്ക് സഹായം ചെയ്യാത്തതായിട്ട് ഉണ്ടാവില്ല. എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മുന്നിലേക്ക് ഇത്രയും വലിയ കോടി 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 എന്നൊക്കെ പറഞ്ഞ് കണക്ക് വരുന്ന സമയത്ത് ഓക്കെ, ചിലപ്പോൾ സർക്കാരിന് പറയാൻ പറ്റും ഇങ്ങനൊരു കണക്ക് കേന്ദ്രത്തിന് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടൂ എന്നുള്ളൊരു ക്യാപ്സ്യൂൾ വേണമെന്നെങ്കിൽ വരാതിരിക്കുകയൊന്നുമില്ല. ഞാനിവിടെ എനിക്ക് വന്നിട്ടുള്ള ഒരു ഫോർവേഡ് മെസ്സേജ് ഞാൻ വായിക്കാം. SDRF ചട്ടപ്രകാരമാണ് ദുരന്ത നിവാരണ അതോറിറ്റി കണക്കുകൾ തയ്യാറാക്കുന്നത്. കേന്ദ്ര സമിതിയുടെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത കണക്കുകൾ തയ്യാറാക്കുന്നത്. ദുരന്തമുണ്ടായ കേന്ദ്രത്തിൽ 90 ദിവസം തുടർച്ചയായ അതിൻ്റെ തിരച്ചിലുകളും ക്യാമ്പ് ഉൾപ്പെടെയുള്ള മറ്റു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏകദേശം തുകയാണ് ഈ രൂപത്തിൽ തയ്യാറാക്കി നൽകുന്നത്. അപ്പോൾ അവിടെയാണ് ഡൗട്ടുള്ളത്. മൃതദേഹങ്ങൾ ഓൾറെഡി സംസ്കരിച്ച ആ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടെ ഓൾറെഡി ആ എമൗണ്ട് അവരെങ്ങനെ അപ്രോക്സിമേറ്റ് കാണിക്കും? DNA ടെസ്റ്റിന് ഇനി അങ്ങനെ പറഞ്ഞിട്ടൊരു ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കാണിക്കാം. അല്ലാതെ അവിടെ വെരി ക്ലിയറാണ്, കേന്ദ്ര സംഘത്തിനാണെന്നുണ്ടെങ്കിലും ക്ലിയറാണ്, വയനാട്ടിൽ അവരുടെയൊക്കെ ഈ ചടങ്ങുകൾ നടന്നത് പകുതിയും ഈ പറഞ്ഞ ബാക്കി സന്നദ്ധ സംഘടനകളും അവിടുത്തെ ബാക്കി ലോക്കൽ ബോഡീസും ഒക്കെ സഹകരിച്ചുകൊണ്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളത്തുണിയാണെന്നുണ്ടെങ്കിലും സ്ഥലമാണെങ്കിലും കുഴി വെട്ടുന്നതാണെന്നുണ്ടെങ്കിലും ഒക്കെ സർക്കാരിന് പൈസ ചിലവായിട്ടില്ല. ചിലവാക്കിയതും അല്ലെങ്കിൽ ഇതൊക്കെ വിട്ടുകൊടുക്കുകയായിരുന്നു ആളുകൾ. സ്ഥലം വിട്ടു കൊടുത്തവരുണ്ട്, വെള്ളത്തുണി മേടിച്ചു കൊടുത്തവരുണ്ട്. ഈ ചടങ്ങിന് വന്ന് ഒന്നും മേടിക്കാതെ പോയ എത്രയോ മതപരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ ഇതിലൊരു DNA ടെസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ആക്ച്വൽസിനേക്കാൾ കൂടുതൽ അപ്രോക്സിമേറ്റ് ഇട്ട് കാണിക്കാം. അല്ലാത്ത രീതിയിൽ കേന്ദ്രം ഇത് കള്ളത്തരം എന്നല്ലേ പറയൂ, പാസ്സാക്കി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ എസ്റ്റിമേറ്റഡ് എന്നത് ചെലവായി എന്നാണ് അർത്ഥമെങ്കിൽ ഹെലികോപ്റ്റർ സർവീസ് ഇന്ത്യൻ വ്യോമസേന കേരളത്തിന് 17 കോടി ബില്ലിട്ടു എന്ന് മനസ്സിലാക്കണ്ടേ? ബെയിലി പാലം കെട്ടാൻ ഇന്ത്യൻ കരസേന കേരളത്തിന് 1 കോടി ബില്ലിട്ടു എന്ന് മനസ്സിലാക്കണ്ടേ? അപ്പോൾ അത് എന്ത് കൊണ്ട് തലക്കെട്ടായില്ല? അത് വെച്ച് വാർത്ത ചെയ്താൽ അത് കേന്ദ്ര സർക്കാരിന് നേരെ ചോദ്യം ചെയ്യലാകും. ചിലപ്പോൾ സൈന്യം നേരിട്ട് അകത്താക്കിയാൽ അത് ചോദിക്കാൻ ആരും കാണില്ല. അത് മാപ്രകൾക്കറിയാം. യഥാർത്ഥത്തിൽ 1600 കോടി രൂപ നഷ്ടമാണുള്ളത്. രാജ്യത്ത് എല്ലായിടത്തും ഇത്തരം സാഹചര്യങ്ങളിൽ ഈ മാനദണ്ഡം അനുസരിച്ചാണ് കണക്കുകൾ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നത്. ഇപ്പോൾ ചില മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തെറ്റായ പ്രചരണം കേന്ദ്ര സഹായം ലഭ്യമാക്കുന്നത് തടയാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്.
സതുദ്ദേശപരമാണെങ്കിൽ മാധ്യമങ്ങൾ ദുരിത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ യഥാർത്ഥ വിശദീകരണം ലഭിക്കുന്നതാണ്. എന്നാൽ അതിനു പരിശ്രമിക്കാതെ ഏകപക്ഷീയമായ വാർത്തകൾ നൽകുന്നത് വയനാടിനൊപ്പം കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് എന്ന് പറഞ്ഞുള്ള ഫോർവേഡ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇവിടെ മെമ്മോറാണ്ടമാണ് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത് എങ്കിലും ഇത്രയും എക്സാജുറേറ്റഡ് ആയിട്ടുള്ള കണക്കുകൾ പൊതുജനത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ, എക്സാജുറേറ്റഡ് ആയിട്ടുള്ള കണക്കുകൾ, ഞാൻ ആ ഒരു വീഡിയോ ക്ലിപ്പ് കൂടെ വയ്ക്കാം എത്രത്തോളമാണ് ഈ എക്സാജുറേഷൻ ഉള്ളത് എന്നുള്ളത്. സർക്കാർ തയ്യാറാക്കിയ മെമ്മോറാണ്ടം അത് അതേപടി സത്യവാങ്മൂലത്തിന്റെ കൂടെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ഒരു കേസിനകത്ത് അതിനകത്താണ് ഈ നമുക്കൊരു ഒറ്റ നോട്ടത്തിൽ അത്ര കണ്ട് വിശ്വസനീയമല്ലാത്ത തരത്തിലുള്ള കണക്കുകൾ വന്നിരിക്കുന്നത്. ഈ വളണ്ടിയർമാരെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം 4 കോടി രൂപ, അതായത് സൈറ്റിലേക്ക് മേപ്പാടിയിൽ നിന്നും സൈറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട്, ചുരുൾമലയിൽ കൊണ്ടുപോകാനായിട്ട് 4 കോടി രൂപ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ഈ സൈനികർക്കും വളണ്ടിയർമാർക്കും കൂടി അവരുടെ ഭക്ഷണത്തിനും തന്നെ വെള്ളത്തിനുമായി 10 കോടി രൂപ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. ഇവരുടെ താമസത്തിന് വേണ്ടി മാത്രം 15 കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയുന്നു. ഈ പ്രദേശത്ത് നിന്ന്, അതായത് ചുവരൽമലയിൽ നിന്നും അതിന്റെ മുണ്ടക്കയിൽ നിന്നുമായി ആളുകളെ ഒഴിപ്പിക്കാൻ വേണ്ടി മാത്രം, അതായത് ആദ്യ രാത്രിയിലാണ് ഒഴിപ്പിക്കാൻ നടന്നിട്ടുള്ളത്. കുറച്ചേറെ ആംബുലൻസുകളും കുറച്ചേറെ വാഹനങ്ങളും ഉണ്ടായിരുന്നു. 12 കോടി രൂപ അതിനായി ചെലവിട്ടു എന്നുള്ളൊരു കണക്കാണ് കൊടുത്തിരിക്കുന്നത്. ബെയിലി പാലത്തിന്റെ അനുബന്ധ നിർമ്മാണ പ്രവർത്തികൾക്കായി അലൈഡ് വർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരുപക്ഷെ സൈന്യം പണിത പാലത്തിന്റെ ചെലവ് വേറെ നൽകേണ്ടി വരും. അതായത് അലൈഡ് വർക്കിന് വേണ്ടി മാത്രം 1 കോടി രൂപ നൽകിയെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ടോർച്ച്, റെയിൻകോട്ട്, അംബ്രല്ല, അതുപോലെ തന്നെ ഈ ബൂട്ട്, ഇവയൊക്കെ ഇവർക്ക് നൽകാനായിട്ട്, നമ്മുടെ ഈ രക്ഷാപ്രവർത്തകർക്ക് നൽകാനായിട്ട് 2 കോടി 98 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വളണ്ടിയർമാർക്കും സൈനികർക്കുമുള്ള ചികിത്സാ ചെലവായി 2 കോടി രൂപ 2 കോടി 2 ലക്ഷം രൂപ ചെലവഴിച്ചു എന്നുള്ള കണക്കാണ്. ഡ്രോണും അടക്കമുള്ള സൈന്യത്തിന് DNA സാമ്പിളിങ്ങിന് 3 കോടി തുടങ്ങിയ കണക്കുകൾ വേറെയുമുണ്ട്. ഇതിൽ ഒരുപക്ഷെ കുറച്ചുകൂടി ആളുകൾക്ക് അവിശ്വസനീയമായി തോന്നുന്ന കണക്ക് എന്ന് പറയുന്നത് ഈ ഭക്ഷണ ചെലവ്, ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷണ ചെലവിന് 8 കോടി രൂപ ചെലവഴിച്ചു എന്നുള്ളതാണ്. ക്യാമ്പുകളിലേക്ക് ഈ അവശ്യ വസ്തുക്കളൊക്കെ തന്നെ ധാരാളമായി കിട്ടുന്നുണ്ട്. മാത്രവുമല്ല പല സന്നദ്ധ സംഘടനകളും സ്വന്തം നിലയ്ക്ക് അവിടെ കുക്ക് ചെയ്ത് നൽകുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാറ്ററിംഗ് അസോസിയേഷനൊക്കെ തന്നെ 2-3 ക്യാമ്പുകൾ അവർ സ്വന്തം നിലയ്ക്ക് നടത്തിയിരുന്നു. ചിലയിടങ്ങളിൽ ചില സന്നദ്ധ സംഘടനകൾ നൽകിയിരുന്നു. എന്നിട്ട് പോലും 8 കോടി രൂപ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിച്ചു. ഒരു ക്യാമ്പിലുള്ള ആളുകൾക്കായി 11 കോടി രൂപ അവരുടെ വസ്ത്രത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നാണ്. ശരാശരി 4000 അടുത്ത ആളുകളാണ് ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. എല്ലാവരും ക്യാമ്പിൽ താമസിച്ചിരുന്നില്ല. എങ്കിൽ പോലും ഒരാൾക്ക് ഏതാണ്ട് 30,000-ഓളം രൂപ ചിലവ് വന്നു എന്നുള്ളതാണ് വസ്ത്രത്തിന് വേണ്ടി മാത്രം എന്നുള്ള ഒരു കണക്കും ഇതിനകത്ത് ഉണ്ട്. അത്രയും രൂപ, 30,000 രൂപ ചിലവാക്കി ഉള്ള വസ്ത്രങ്ങൾ അവിടെ നൽകിയോ, അല്ലെങ്കിൽ അത്രയും തുക വസ്ത്രത്തിന് വേണ്ടി ചെലവഴിച്ചോ? കാരണം അപ്പോഴും സർക്കാർ പറഞ്ഞിരുന്നത് ആവശ്യത്തിലധികം വസ്ത്രങ്ങളും ഒക്കെ തന്നെ ക്യാമ്പുകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്യാമ്പുകളിൽ ആളുകളുടെ ചികിത്സയ്ക്കായി ഇവിടെ കൂടുതലും ഉണ്ടായിരുന്നത് സർക്കാർ ഡോക്ടർമാരും സന്നദ്ധ പ്രവർത്തകരായ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ തന്നെയാണ്. വിവിധ ആശുപത്രികളിൽ അവരുടെ ആളുകളെ എത്തിച്ചിരുന്നു. അവിടെ 8 കോടി രൂപ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. ഇതൊക്കെ ആക്ച്വൽസ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് ചെലവാക്കി എന്നുള്ള കണക്കിൽ തന്നെയാണ് സർക്കാർ പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഇപ്പോൾ ഇത്രയും ചെലവുകൾ സർക്കാരിന് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു എസ്റ്റിമേറ്റ് ഇട്ടിട്ട് കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മെമ്മോറാണ്ടം ഇപ്പോൾ റെഡിയാക്കി കൊടുക്കുന്നതാണെങ്കിലും ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ, ഇപ്പോൾ ഇത് റെഗുലർ എക്സസൈസാണ്, എവിടെ ദുരന്തം നടന്നാലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ളൊരു ന്യായീകരണമായിട്ട് ചിലപ്പോൾ പല കമ്മികളും വരാം. പക്ഷെ ഞാൻ പറയുന്നത് പൊതുജനം ഇത് കേൾക്കുമ്പോഴും കാണുമ്പോഴും, പൊതുജനം ഇത് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഞെട്ടലുണ്ടാവില്ലേ? ഇപ്പോൾ ഒരു ന്യായീകരണത്തിന് വേണ്ടി പറയാം, സർക്കാരിന് ഇപ്പോൾ ഒരു 500 കോടി 600 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം, അതിനൊരു 1500 കോടീൻ്റെ ബില്ലുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളെന്താ വിചാരിക്കേണ്ടത്? സാധാരണക്കാരെന്താ വിചാരിക്കുക? ഇതിൻ്റെയൊക്കെ എന്താ ആവശ്യമുള്ള ഉള്ള കണക്ക് കൊടുത്ത സാധനം കിട്ടില്ല എന്നുള്ള ചോദ്യം വരും അല്ലേ? ഇനി ഈ കണക്കുകൾ എന്തിനുണ്ടാക്കി കൊടുക്കണു? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെറുതെ കിട്ടിയിട്ടില്ലേ വയനാട്ടിൽ എത്ര പേര് കയ്യും മെയ്യും ഒഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്? പൈസ എത്ര വന്നിട്ടുണ്ട്? ഇപ്പോൾ പല സംശയങ്ങളും ആളുകളുടെ ഇടയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ വോളണ്ടിയേഴ്സിന് ഫുഡ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള പൈസയുടെ കണക്ക് ഇവിടെ പറയുന്നുണ്ട്. 10 കോടി രൂപ അടുപ്പിച്ചിട്ടാണ് അവിടെ എന്ത് കൊടുത്തിട്ടുള്ളത്? ഫുഡ് കൊടുത്തു വോളണ്ടിയേഴ്സിന് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചിലവ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ ഒരു നോർമൽ മനുഷ്യൻ കണക്ട് ചെയ്യുന്നത് എവിടെയാണ്? അവിടെ ഓൾറെഡി ഫുഡ് പല വോളണ്ടിയേഴ്സും വന്നിട്ട് അവർ ഫ്രീ ആയി ഫുഡ് ഡെലിവർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ സർക്കാർ ഭാഗത്തുനിന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് പൂട്ടിക്കണം അല്ലെങ്കിൽ പൂട്ടിപ്പോകണം എന്നൊക്കെ പറഞ്ഞുള്ള പല ഗിമിക്കുകളും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു.
അപ്പം ഇതൊക്കെ അന്ന് ചെയ്തത് ഇതേപോലെ മെമ്മോറാണ്ടം തയ്യാറാക്കുമ്പോഴത്തേക്ക് ഈ കണക്കുകൾ കൊടുക്കണമല്ലോ, അപ്പോൾ അതിന് പ്രൂഫും കാര്യങ്ങളും വെക്കണമല്ലോ. അപ്പോൾ അത് സർക്കാർ ത്രൂ തന്നെ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് ആ കണക്കിലേക്ക് എന്ത് ചെയ്യാം, കൊണ്ടു ചെന്ന് വിടാം. അതേപോലെ 4x4 വെഹിക്കിൾസ് പലതെയും അകത്ത് കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല, പ്രൈവറ്റ് വെഹിക്കിൾസ് കയറ്റുന്നില്ല, എല്ലാം പ്രൈവറ്റ് വെഹിക്കിൾസിനെ തടയുന്നൊരു സിറ്റുവേഷൻ ലേറ്റർ ഓൺ നമ്മൾ കണ്ടു. ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രം കുറച്ച് പോലീസുകാർക്കും ആർമിക്കാർക്കും വേണ്ടി കുറച്ച് വണ്ടി അവർ എന്ത് ചെയ്തു, അക്വയർ ചെയ്തിട്ട് ഓടിക്കോളാൻ പറഞ്ഞു. അപ്പം അതിൻ്റെ പേരിലൊക്കെ ബില്ലിട്ട് കൊടുക്കാൻ വേണ്ടി, അപ്പം ഇത് ഇപ്പം മുൻകൂട്ടി കാണുകയാണ്, ഒരു ദുരന്തം നടക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഇത്ര ഫണ്ട് നമുക്ക് കിട്ടണം, അതിന് ഇന്ന കാര്യങ്ങൾ സർക്കാർ ചെയ്തു എന്നുള്ളത് കാണിക്കണം. ഓക്കെ, അപ്പോൾ അത് കാണിച്ച് അതിൽ നിന്ന് ഇത്ര ഫണ്ട് എഴുതണം, എന്നിട്ടത് മെമ്മോറാണ്ടം തയ്യാറാക്കിയിട്ട് എസ്റ്റിമേറ്റ് ഇത്ര, ആക്ച്വൽസ് ഇത്രയെന്ന് പറഞ്ഞ് കൊടുക്കണം. ഇന്ന് നമുക്ക് ഇത്ര ഫണ്ട് കിട്ടും. ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ കച്ചവടമാണ്, ബിസിനസ്സാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പം നമ്മളാരാ പൊട്ടന്മാരോ നാട്ടുകാർ? ഒരു ദുരന്തം നടക്കുന്നത് നമ്മളെ നാട്ടിൽ നമ്മൾ എല്ലാം വിട്ടിട്ട് ഇവിടെ ബിരിയാണി ചലഞ്ച്, സാലറി ചലഞ്ച്, എന്തൊക്കെ ചലഞ്ചുകൾ നടന്നു. ചികിത്സയ്ക്കുള്ള പൈസ വരെ എടുത്തു വെച്ചത് മാറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തവരുണ്ട് അല്ലേ. ചെറിയ കുട്ടികൾ അവരെ കുടുക്ക പൊട്ടിച്ച് കൊടുത്ത പൈസ ഉണ്ട്. എത്രത്തോളം എങ്ങനെയൊക്കെ ഇമോഷണലി ഈ സാധനം നമ്മളിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു വൻ ദുരന്തം നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് നേരിട്ടാറില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനത്തെ കണക്കുകൾ, ഈ എക്സാജറേറ്റഡ് കണക്കുകൾ കാണുമ്പോൾ ഇതിനകത്തുള്ള ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ചു പോകില്ല നാട്ടുകാർ. വികാരം വരും നാട്ടുകാർക്ക്, ചോദ്യം ചെയ്യും നാട്ടുകാർ. കാരണം അവിടെ പല കാര്യങ്ങളും വയനാടിന് വേണ്ടി മലയാളികളുടെയും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഓൾ ഓവർ ദ വേൾഡ് പലരുടെയും സ്നേഹമാണത്. ആ സ്നേഹത്തിൻ്റെ മുകളിൽ ഒരു കണക്കും വിലയിട്ടിട്ട് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് സ്റ്റേറ്റ് എടുത്തിട്ട് സെൻട്രലിന് കൊടുക്കുമ്പോൾ അത് പുറത്ത് വരുമ്പോൾ ആളുകൾ പൊട്ടിത്തെറിക്കും, ചോദ്യം ചെയ്യും. അപ്പോഴും കടത്തിലാണ്, കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞ് അത് കിട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെയുള്ള പറഞ്ഞ ന്യായീകരണങ്ങളൊന്നും നിൽക്കൂല ചിലപ്പോൾ.